Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ വൈകണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പരാതി പറയാറുണ്ട്, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഞാൻ ഒരുപാട് അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ബട്ട് നത്തിങ് കുഡ് ഹാപ്പൻ ടു മൈ ലൈഫ്. ഇതിന് ഏറ്റവും വലിയ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളുടെ ജീവിതത്തിലൂടെ പല ആളുകളുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, പല ആളുകളുമായിട്ടും ഇടപെട്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഗോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു ആസ്ക് യു. നിങ്ങളൊരു ടാക്സി കയറിയിട്ട് ടാക്സിക്കാരനോട് പറയണം, നിങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ടാക്സി കയറുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ടാക്സി കയറുന്നു വിചാരിക്കുക. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ടാക്സിയിൽ കയറിയിട്ട് ടാക്സിക്കാരനോട് പറയുന്നു, നിങ്ങൾ കാര്യം ചെയ്യും, തിരുവനന്തപുരത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കോയമ്പത്തൂർ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഡെസ്റ്റിനേഷൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ടാക്സി ഡ്രൈവറുടെ റെസ്പോൺസ്? പുള്ളിക്കാരൻ ദേഷ്യം പിടിക്കും, എന്നിട്ട് 4 തെറി പറയും, എന്നിട്ട് ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, താഴെ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിൽ പൊക്കോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് വിടുകയും ചെയ്യും. ദിസ് ഇസ് വാട്ട് പീപ്പിൾ ഡു. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആവുന്നില്ലെങ്കിൽ, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് സെമിനാറുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നു, പക്ഷേ ഒരിക്കലും തന്നെ വിജയിക്കാൻ പറ്റുന്നില്ല. ലോ ഓഫ് അട്രാക്ഷന്റെ ടൂൾസ് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ അഫർമേഷൻ ചെയ്യുന്നു എല്ലാം പരാതി പറയാറുണ്ട്. ബട്ട് ഇഫ് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് യു because of changing your goal continuously. പല ആളുകളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചപ്പം, എൻ്റെ അടുത്ത് പരാതികളുമായിട്ട് വന്ന പല ആളുകളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they keep changing their goal. 6 മാസത്തേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത 6 മാസത്തേക്ക് വേറൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ആദ്യം 6 മാസത്തേക്ക് ഗോൾ സെറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ എല്ലാം ചെയ്യും, അഫർമേഷൻസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്തിട്ട് അത് തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അതിന് വേണ്ടിയുള്ള ടൂൾസുകളും ടെക്നിക്കുകളെല്ലാം ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇത് വർക്ക് ആവുന്നില്ലല്ലോ, ഇത് ശരിയാവുന്നില്ല, ഒന്നും കൂടി വന്നു തുടങ്ങുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വൈബ്രേഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ യൂണിവേഴ്സും തമ്മിലുള്ള വൈബ്രേഷൻ എല്ലാം ഇങ്ങനെ അത് പിടിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ വൈബ്രേഷൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ യൂണിവേഴ്സ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുക, അയ്യോ ഈ ഗോൾ ശരിയല്ല, അടുത്ത ആളുണ്ടാക്കിയ ഗോളാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്യും. 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾ സെറ്റ് ചെയ്യും, വീണ്ടും ഒരു ഗോൾ സെറ്റ് ചെയ്യും. സെയിം ടാക്സി ഡ്രൈവർക്ക് സംഭവിച്ചു തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിന് സംഭവിക്കുക. നിങ്ങൾ 6 മാസം മെഡിറ്റേഷനൊക്കെ ചെയ്ത് അഫർമേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. യു ആർ വെയിറ്റിംഗ് ടു അട്രാക്ട് എവറിത്തിങ് ടു യുവർ ലൈഫ്, അല്ലെ? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഗോൾ ചേഞ്ച് ചെയ്യുന്നു. സോ യൂണിവേഴ്സ് അതുമായിട്ട് ഇങ്ങനെ ക്ലബ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ അത് ബിലീഫ് സിസ്റ്റം ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു വൈബ്രേഷനും എനർജി മോഡുലേഷനും ഒക്കെ ഇങ്ങനെ അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് യു ചേഞ്ച് യുവർ ഗോൾ ആൻഡ് യു കൺഫ്യൂസ് യുവർ യൂണിവേഴ്സ് അഗെയിൻ. ഡ്രൈവറെ കൺഫ്യൂസ് ചെയ്തപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിനെ കൺഫ്യൂസ് ചെയ്തു. യൂണിവേഴ്സ് സ്റ്റോപ്പ് വർക്കിംഗ് ടു യു. അഗെയിൻ യു സ്റ്റാർട്ട് യൂസിങ് യുവർ വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ ടു അട്രാക്ട് ദ ഡിഫറെന്റ് തിങ്. അത് പിന്നെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്ത് മൈൻഡ് അതിലേക്ക് ഇങ്ങനെ കണക്ട് ആയി വൈബ്രേഷനും എനർജിയും ഒക്കെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് അട്രാക്ട് ലൈക്കിലേക്ക് നമ്മൾ അതിനിങ്ങനെ വൈബ്രേഷൻസ്, നമ്മുടെ എൻറ്റർ യൂണിവേഴ്സിന് മെന്റൽ പവർ, നമ്മുടെ വൈബ്രേഷൻസ് എല്ലാം യൂണിവേഴ്സൽ എനർജി പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളിങ്ങനെ കൊടുത്തു തുടങ്ങിയ സിഗ്നൽസ് എല്ലാം കൊടുത്തു തുടങ്ങിയ അട്രാക്ഷൻസിന്റെ പ്രോസസ്സിംഗ് നടക്കുമ്പോഴേക്കും യു ചേഞ്ച് അഗെയിൻ. സോ ഫൈനലി ഇഫ് യു ആർ ചേഞ്ചിങ് യുവർ ഗോൾ continuously and repeatedly, universe will get confused. Fine. After that, what will happen to your life? നിങ്ങൾ തുടർച്ചയായിട്ടും ഒരു 4-5 ഗോളുകൾ ഇങ്ങനെ ഓരോ 6 മാസം 3 മാസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് ഡിസപ്പോയിൻമെന്റ്. എൻ്റെ ലൈഫിൽ ഒന്നും ശരിയാവുന്നില്ലല്ലോ, എൻ്റെ ലൈഫിൽ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള പരാതിയിലേക്ക് നിങ്ങൾ എത്തും. സ്വാഭാവികമായിട്ടും വാട്ട് യു ഫീൽ ഇൻസൈഡ്, if you feel blaming, if you feel the energy of blame, if you feel the feel of blaming and complaint, your inner side is negativity, അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകുന്നത് നെഗറ്റിവിറ്റിയാണ്. സോ യു വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ് നെഗറ്റീവ് തിങ്സ്. അതായത് വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന മൊമെന്റ് മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നെഗറ്റീവ് വീണ്ടും അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിരാശകളും ദുരന്തങ്ങളും കടവും ബാധ്യതയും അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കംപ്ലൈന്റ് ആണ്, കൺഫ്യൂഷൻ ആണ്. യു ഹാവൻ ഗിവൻ ക്ലാരിറ്റി ഇമേജ് ടു യൂണിവേഴ്സ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്നത് പവർ ഓഫ് ക്ലാരിറ്റി ആണ്. Decide first. You can take 1 year, you can take it 2 years, you can take it 10 years to fix your goal. But once you set your goal, don't change it. If you keep changing your goal all the time, you're really confusing universe. If you are confusing universe always, you will never have a good result
If you are waiting for having a good result, make it clarity. Take your own time. You can take 1 year, 2 years, 3 years, 10 years and fix. Once it is fixed, don't change. Then imagine yourself. Then visualization. Then apply all the technique, meditation, affirmation and everything. Once it became your goal, once it became your belief system, once you start believing on, once you start acting on it, this universe will start giving you everything through law of attraction. Law of attraction is always neutral. Law of attraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. When we know things, how to manifest anything you want, when we know how to master the energy of your life, energy of universe, it will come to you. Thank you so much. Law of attraction course, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും വലിച്ചടിപ്പിക്കാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്, മൈൻഡ് പവർ ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സ്, മൈൻഡിനെ ടെൻഷനിൽ നിന്ന് മറ്റൊക്കെ ഫ്രീ ആക്കുന്ന മൈൻഡ് പവർ കോഴ്സുകൾ, ബിസിനസ് കോഴ്സുകൾ, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കോഴ്സുകൾ, അതുപോലെ തന്നെ പണം നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന വെൽത്ത് മാസ്റ്ററി കോഴ്സുകൾ, ഇതെല്ലാം ഞങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി 21 days, 24 days, 14 days ഹാപ്പി ഫാമിലി കോഴ്സ് ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്രശ്നം, ഇതിലേതെങ്കിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സുകൾ എന്തൊക്കെയുണ്ടെന്ന് അറിയണമെങ്കിൽ, വളരെ ഈസി ആയിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും തരും, ആവശ്യമുള്ള മുഴുവൻ ഡീറ്റെയിൽസും തരും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ചൂസ് ചെയ്യാം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കസാക് ബെഞ്ചാലി എന്ന് ടൈപ്പ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഞാൻ കസാക് ബെഞ്ചാലി.